വണ്ടി തടഞ്ഞു നിർത്തിയത് ഈ പ്രതിയുടെ ചേട്ടനും അമ്മയും കുറച്ച് ബന്ധുക്കളും പിന്നെ ഒരു 10-30ഓളം വരുന്ന BJP പ്രവർത്തകരും. ഇവർ ഗർഭാപ്പസി പ്രകാരം RSSലേക്ക് മുസ്ലിമിൽ നിന്ന് ഹിന്ദുക്കളിലേക്ക് വന്നിട്ടുള്ളൊരു ഫാമിലിയും കൂടിയാണ്. ഇവരെല്ലാവരും കൂടി പറഞ്ഞു ഞാനും എൻ്റെ മോളും ഇവർക്കെതിരെ വ്യാജമായ കേസാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളാരും ജീവനോടൊന്നും ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ല പറഞ്ഞിട്ട് കാറിന് ചുറ്റും കിടന്ന് ബഹളം ഉണ്ടാക്കുക, വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കത്തിയൊക്കെ വടിവാൾ പോലത്തെ നീളമുള്ള ഒരു ആയുധമായിട്ട് ഒരാൾ തടിച്ചിട്ട്, എനിക്ക് അയാളുടെ പേരറിയില്ല, അയാൾ വന്നിട്ട് കാറിൽ ശക്തമായിട്ട് അടിച്ചു. എൻ്റെ മോളേനെ ഡോറ് തുറന്ന് പിടിച്ചു വലിച്ച് ഇറക്കി. എന്നിട്ട് ഇത്രയും തകർന്നിരിക്കുന്ന എൻ്റെ മോളോട് ചോദിക്കുക, നീ ഇപ്പോൾ ഫീൽഡിൽ ഇറങ്ങിയോ എന്ന് ചോദിച്ചു. എൻ്റെ മോളേനെ നിന്നെ ആരൊക്കെ പീഡിപ്പിച്ചേ പറയേ, ഞാനും കൂടി കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ പോലീസാണോ എന്താണ് ഞാൻ നോക്കില്ല, എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതിരിക്കുകയാണ്. എനിക്ക് ഈ സിറ്റുവേഷനിൽ പോലീസിൽ പരാതിപ്പെട്ടത് എൻ്റെ ഒരു ഗതികേട് കൊണ്ടാണ്. ഓരോ അമ്മമാരും ജനലിൽ കെട്ടി തൂക്കണതൊക്കെ ഇത്രയും സന്ദർഭങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും.